Happy birthday! അപ്പൊ കേക്ക് മേടിക്കാൻ പോവല്ലേ? Happy birthday! Happy birthday! Thank you guys. Yo guys, welcome to family. നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം ഗൈസ്. തൊട്ടടുത്ത കിട്ടായിരിക്കും ഗൈസ്. ഇവിടെ മുന്തിരി പൂന്തോട്ടം കണ്ടോ ഗൈസ്? മുന്തിരിത്തോട്ടം. ഇന്ന് ഒരു വളരെ സ്പെഷ്യൽ ഡേ ആണ് ഗൈസ്. എനിക്ക് എൻ്റെ ലൈഫിൽ ദൈവം നിന്ന് ഏറ്റവും വലിയ ഗിഫ്റ്റ് കിട്ടിയ ദിവസമാണ്. എന്റെ ആദീഷിന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഇവിടുത്തെ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതേ ആദീഷിന്റെ ബർത്ത്ഡേന്റെ ഫോട്ടോ ഇവിടെ. ഞങ്ങളെല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ആദിഷിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് അല്ലേ? ആദീസ് 4 years കംപ്ലീറ്റ് ആവാണ് ഗൈസ്. ഈ 4 കൊല്ലം മുന്നേ മമ്മി പപ്പി സമയത്ത് ഡെലിവറിക്ക് അവിടെ ബാംഗ്ലൂരുണ്ട്. ഞാൻ ഹോസ്പിറ്റലായി. ഏതാനും ഒരു 3 മണിക്കൂർ 3 മണിക്കല്ലേ ഡെലിവറി ആയിരുന്നേ. അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞ് ഇവൻ വരാറായി. ഇവൻ എല്ലാ കൊല്ലത്തെ പോലെ ഇക്കൊല്ലം ഉറങ്ങിയില്ല. അതൊരു പ്രത്യേകതയാണ്. അവൻ പുലർച്ചെ 4:30 വരെ ഇരുന്നവൻ. 4:30 വരെ അവൻ ഇരുന്നു. ഈ ബലൂൺ ജസ്റ്റ് ഫോട്ടോസ് ഒക്കെ അവിടെയാണ് ഞങ്ങള് ഇവിടെ വന്നിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിലാണ് നമ്മളെ ഫോട്ടോസൊക്കെ. അപ്പൊ കയ്യില് മൊബൈലിൽ തൽക്കാലം ഇതുള്ളൂ. ബാക്കി കമ്പ്യൂട്ടറിൽ മൊബൈൽ ഇത് എന്താണ് സ്റ്റോറേജ് നമ്മളെല്ലാം കമ്പ്യൂട്ടറിലേക്ക് മാറ്റി. അപ്പൊ കയ്യിലുള്ള ഫോട്ടോ വെച്ചത് ഇതാവൻ ജനിച്ച ഫോട്ടോ. ഇതിന്നാണ് ഇങ്ങനെ എത്തിയത്. പിന്നെന്താ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മ എന്തോ ഭാഗ്യത്തിന് പപ്പയ്ക്കും മമ്മിക്ക് എല്ലാ കളറും ഉണ്ടല്ലോ. ഇതൊക്കെ എല്ലാ കളറും ഡ്രസ് കൊണ്ട് കഷ്ടപ്പെട്ടു. ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള കളർ വെച്ച് ഞങ്ങളൊരു കോഫി ബ്രൗൺ തീം ഒപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? ഒപ്പിച്ചിട്ടുണ്ട് ഗൈസ്. എന്താ അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞു സെലിബ്രേഷൻ. എണീറ്റു, പ്രാർത്ഥിച്ച് ഇനി കേക്ക് മേടിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് വന്ന് കേക്ക് കട്ടിങ് കഴിഞ്ഞ് നമ്മള് കാൻഡിലും ഇതൊക്കെ കത്തിക്കാനൊക്കെ ആയിട്ട് പോവും. അത് കഴിഞ്ഞ് പുറമേ നിന്ന് ആദീസിന് ഇഷ്ടമുള്ള മന്തി റൈസ് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ കഴിക്കും. അത് കഴിഞ്ഞ് എല്ലാരും കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കറങ്ങാൻ പോകണം. അതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു സന്തോഷങ്ങൾ. ഞങ്ങൾ ഈ കുഞ്ഞു സന്തോഷം ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. എല്ലാത്തിലും ഞങ്ങൾ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരാണ്. അല്ല അപ്പൊ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ണിയുടെ ബർത്ത്ഡേക്ക് വല്ല അപ്പൊ ഇല്ലാത്ത സങ്കടമായിരുന്നു എനിക്ക്. ആ സങ്കടം മാറി കിട്ടിയില്ലേ? എന്തോ വായിക്കൊണ്ട് റൂട്ട് വന്നു. അതെ, അതുപോലെ പൂരത്തിനും പെരുന്നാളിനൊന്നും അപ്പൂസില്ലാത്തതിന്റെ സങ്കടം വിഷമായിരുന്നു. പൂരത്തിന് മേമയുടെ അടുത്തുണ്ടായിരുന്നില്ല. പെരുന്നാളില്ലാത്തതിന് ഞങ്ങൾക്ക് അമ്പെടുക്കുന്ന സമയത്ത് അവളെ നിജുട്ടിയുടെ അവിടെ വീഡിയോ കോളൊക്കെ ചെയ്ത് പ്രാർത്ഥിപ്പിക്കുകയായിരുന്നു അവനെ കൊണ്ട്. അത് കുറച്ചും കൂടി കഴിഞ്ഞപ്പോ കോളേജ് അടച്ചിട്ട് പിന്നെ കറക്റ്റ് പൂര സമയത്ത് വന്നപ്പോ അപ്പൂന് അതൊന്നും ചെയ്യാൻ പറ്റും. അവൻ അതും കൂടിയപ്പോ ഞങ്ങൾക്ക് സന്തോഷം. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും നമുക്ക് ഉണ്ടാവണം. തുടർന്നുള്ള നമ്മളുടെ മുന്നോട്ടുള്ള ഒരു ഇതിലേക്ക് താങ്ക് യു ഗൈസ്. ഇവിടെ ബർത്ത്ഡേ ആദ്യമായിട്ടാ. അപ്പൂസിനെയും ചെറുപ്പത്തില് ഈ ദുബായിൽ പോണതിന് മുന്നേ ഇവിടെ ഒരു ബർത്ത്ഡേ വന്നിട്ടുണ്ട്. കറക്റ്റ് ഞാൻ വെച്ചിട്ടുള്ളത് പറഞ്ഞു. ആദീസിനും കറക്റ്റ് അതുപോലെ തന്നെ. ഗായ്സ്, അപ്പോൾ നമ്മൾ കുറേ അവൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് കയ്യിലുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മളുടെ സ്റ്റോറേജ് ഫുള്ളായപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രം വരുന്നതിന് മുന്നേ നമ്മുടെ ഫോട്ടോസും അല്ലേ നമ്മുടെ ഗാലറിയും വീഡിയോസും എല്ലാം അതിൽ കയറ്റിയിട്ടു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പോഴും കുറേ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കൊടുക്കാനുള്ള പലതും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല, അല്ല എഡിറ്റ് ചെയ്തിടാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആദീസിൻ്റെ ഇതിനൊക്കെ ശേഷം നല്ല കിഡ് ഫോട്ടോസ് എടുത്തതൊക്കെ മമ്മി ചോദിച്ചു. വേറെ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നില്ല. ഇത് ഞങ്ങളിവിടെ മമ്മി ഞങ്ങളെല്ലാവരായിട്ടുള്ള ഫാമിലി
നിജുട്ടി ഇപ്പൊ മാമ വിളിച്ചിട്ടുണ്ടായിരുന്നു. മാമയുടെ ഗിഫ്റ്റ് ഒക്കെ നേരത്തെ മാമ അവിടെ ചെന്നപ്പോ അവന് കൊടുത്തു. ബോക്സ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവന് ഡ്രസ്സ് എടുക്കാനുള്ള പൈസ കൊടുത്തു. പിന്നെ അമ്മൂസ് കുഞ്ഞോള് അവൾക്ക് എക്സാം ആണ്, രാട്ടും ജോലിക്ക് പോയിക്കാണ്. അമ്മൂന് വയ്യ, അവള് നാളെ അവൾക്ക് തിരിച്ചു കാരണം അല്ലേ. അപ്പൊ ഒരു കുഞ്ഞു പരിപാടിയാണ് നമ്മളെല്ലാവരും ഉണ്ട് ചേട്ടൻ. അപ്പൊ കേക്ക് പഠിക്കാൻ പോവല്ലേ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ഗൈസ് എന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോയിട്ട് കേക്ക് പഠിച്ചിട്ട് ഗൈസ്. ബൈ. പറ. ഞങ്ങള് കേക്ക് മേടിക്കാൻ പോവാണ്. ചോക്ലേറ്റ് ചോക്ലേറ്റ് കേക്ക് മേടിക്കാൻ പോവാണ് ഗൈസ്. ചോക്ലേറ്റ് കേക്ക് അഡിഷൻ മേടിച്ചാ ഞങ്ങള് പോവാണ്. അപ്പൊ ഞങ്ങളിവിടെ എത്താറായി ഗൈസ്. ഞങ്ങള് അഡിഷന്റെ കേക്ക് ഞങ്ങൾ ഓർഡർ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങള് ജസ്റ്റ് കേക്ക് മേടിച്ച് അവന്റെ സന്തോഷത്തിന് അടിച്ചു പൊളിക്കാൻ അല്ലേ? യെസ് ഗൈസ്. ഇന്നലെ തൊട്ട് തുടങ്ങി. എന്തെങ്കിലും വീർപ്പിയാലൊക്കെ അവൻ ഒറ്റയ്ക്ക് രാത്രി മെനക്കെട്ട് നിക്കരുത്. 4:30 പുലർച്ചെ 4:30 കിടന്നവൻ. അത്ര നേരം ഉറങ്ങിയില്ല. എല്ലാ ബർത്ത്ഡേക്ക് ഉറങ്ങാറില്ലേ, ഈ ബർത്ത്ഡേക്ക് ഉറങ്ങിയിട്ടില്ല ആള്. അജിസിന്റെ കേക്ക് ബർത്ത്ഡേ കേക്ക് മേടിക്കാൻ പോയിട്ടാണ്. ഞങ്ങളിപ്പോ എത്തും, എന്നിട്ട് കേക്ക് കാണിച്ചാൽ അജി അടിജി എന്ത് കേക്കാന്ന്? അതി അവന്റെ സ്ഥിരം പർച്ചേസുകൾ വേറെ ഉണ്ട്, കേക്ക് മാത്രല്ല. അയ്യേ മിക്കി ബാറ ജംഷില്ലേ കയ്യിൽ എന്താന്ന് ഫ്ലേവർ ചോദിച്ചോടി? ഫ്ലേവർ ഏതായിരുന്നു?
ചോക്ലേറ്റ് കേക്ക് ആദിശ് പറഞ്ഞു ഹേസൽ. ഓ ന്യൂട്രൽ ടേസ്റ്റ് ആവും കുട്ടു. മിക്കി പാർക്ക് ആണോ അവന്? ബച്ചാ രസിക്കണേ, ഉബയാക്കണേ, മോനാക്കണേ. മടാവിന് ശ്രുതി കൊത്തെ പാപ്പയ്ക്ക് ശുദ്ധി അപ്പയ്ക്ക് ശുദ്ധി അപ്പയ്ക്ക് ശുദ്ധി അപ്പയ്ക്ക് ചേട്ടന് അച്ഛനെ ശുദ്ധി അച്ഛനെ ശുദ്ധി. ചേട്ടനല്ലത്. നമ്മുടെ ആദീസിന്റെ കേക്ക് നമ്മള് മേടിച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് കേക്ക്, ഹേസൽനട്ട് ചോക്ലേറ്റ്, അതായത് ന്യൂട്രലയുടെ ടേസ്റ്റ് ആണ്. തമ്മേ കഴിട്ടല്ലേ ഫോട്ടോ എടുക്കണം എടുക്കാട്ടാ. ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിച്ചോണ്ടിരിക്ക. ബർത്ത്ഡേ കൂട്ട ഓടി നടക്ക. അപ്പൊ യോ ഗൈസ് ഹാപ്പി ബർത്ത്ഡേ ആദിസ് ബേബി, ഹാപ്പി ബർത്ത്ഡേ ആദിസ് ബേബി. അധികം ചൂട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ആദി, ഹാപ്പി ബർത്ത്ഡേ ടു യു. May God bless you, dear. May God bless you. Yay! അവസാനം അപ്പൊ അപ്പക്ക് നോക്ക്. അത് അച്ഛന്റെ വക, ആന്റണിയച്ഛന്റെ വക. നമ്മളെ ആന്റണിയച്ഛന്റെ വകയാണ് അവന് ഫസ്റ്റത്തെ ഗിഫ്റ്റ്. സ്കൂളിൽ പോകാനുള്ള ബാഗും ഇതും. അപ്പൊ അച്ഛന് ഒരുപാട് താങ്ക് യു പറഞ്ഞ. താങ്ക് യു ഫാദർ. പറഞ്ഞു നോക്കിയാ ജുബ ജുബ. കപ്പ് കാട്ടി കൊടുത്തതില് ഇതില് കപ്പ് കാട്ടി കൊടുത്ത കപ്പ് കാട്ടി കൊടുത്ത കെട്ടിപ്പിച്ച ഇരിക്കാൻ പറ്റണ എന്റെ ഫ്രണ്ടിന്റെ കടയിൽ നിന്ന് മേടിച്ചു കേരള ടയേഴ്സ്. ഗായ് ആദിശിന് സ്വീഷ്, ആദിശിനും ചേട്ടനും താങ്ക് യു പഞ്ഞേ ഉമ്മന്നെ പൊന്നെ. ഓപ്പൺ പ്ലീസ് ഓപ്പൺ. മമ്മി കൊടുത്തത് മാത്രം അവ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. കണ്ട സുന്ദരി. ഇത് ചേട്ടനും ഉണ്ണിക്കും കൂടിയാണ് കേട്ടാ. ചേട്ടൻ വാ ചേട്ടാ. 1 2 3.
പപ്പ അമ്മേ മുംബൈ വാലാസീസ്. പപ്പ ഇതിന്റെ പേരൊക്കെ പറ. അതെ. അയ്യോ കിണ്ണത്തം. ഇത് കാജു കട്ട്ലി ഗൈസ്. കൊല്ലങ്ങളായിട്ട് ഞാൻ അന്വേഷിക്കുന്ന സ്വീറ്റ് കാജു കട്ട്ലി. എല്ലാവരും എല്ലാത്തിന്നും ടെസ്റ്റ് ചെയ്തു. എല്ലാത്തിന്നും കുറേശ്ശെ എടുത്തിട്ടുണ്ട്. ആൾക്ക് വേണ്ട. എന്റെ മോനെ ശരിക്കും അപ്പൊ അത് മുംബൈയിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന സ്വീറ്റ്സ്. അതെ സംഭവം പാൽഗോ മൈസൂർ പക്ക. ബർത്ത്ഡേക്ക് ഞങ്ങളുടെ ഒരു കുട്ടി ആഘോഷം. ആ ഫസ്റ്റത്തെ ഗിഫ്റ്റ് നമുക്ക് മുന്ന് എല്ലാത്തിനും ഓരോ പീസ് എടുത്തിട്ടുള്ളൂ. അത്ര അധികം ഉണ്ട്. 2 വെച്ചുണ്ട്. ചിലത് മാത്രം ഉണ്ടാവുള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ആരിശിന് കപ്പ് കിട്ടിയ ചേത്തന്റെ വക മിക്കി മൗസ്. എനിക്ക് ചിലത് ഇഷ്ടമുള്ളൂ. അതാണ് പാൽഗോവയും പിന്നെ മറ്റേ ഇന്നത്തെ ഈ കളർ സാധനം. അപ്പൊ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡി. ഇത് പറയാൻ മറന്നു, ആദിയുടെ ബർത്ത്ഡേയുടെ ഡ്രസ്സാട്ടോ അത് ഇട്ടുണ്ടായിരുന്നു. ഞങ്ങള് മാറി എല്ലാവരും. അതാ തൽക്കാലം ഞങ്ങൾ മാച്ചപ്പ് എല്ലാവരും ഇട്ടാണ്. പിന്നെ എന്താ പറയാ, ഞങ്ങൾ ഇനി പോണത് ആദിക്ക് ഇഷ്ടം മന്തി റൈസ് ആണ്. മമ്മി 2 ദിവസം ഇവിടെ ബിരിയാണി ആയിരുന്നു അല്ലെ. ബിരിയാണി, ചിക്കൻ, ബീഫ്, പോർക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ പിന്നെ മന്തി റൈസ് ഭയങ്കര ഇഷ്ടമാണ്. ക്ലാസ്സിലാണ് ഗൈസ്, ഓൺലൈൻ ക്ലാസ്സിലാണ്. അതുകൊണ്ട് അപ്പൊ നമ്മള് നേരെ മന്തി റൈസ് കഴിക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് നമ്മള് അച്ഛൻ്റെ അടുത്തേക്ക് സർപ്രൈസ് ആയിട്ട് പോകണമെന്നുണ്ട്. അച്ഛൻ അവിടെ ഉണ്ടോന്ന് ആദ്യം അറിയണം. എന്തായാലും ഫുഡ് കഴിക്കട്ടെ. പിന്നെ പുത്തമ്പള്ളിയെ പോകണം, പ്രാർത്ഥിക്കണം, നേർച്ചയിടിക്കണം. നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുള്ള പോലെ മെഴുതിരി കത്തിക്കണം. ഓക്കെ, ലെറ്റ്സ് ഗോ. മമ്മി പറ. ഹലോ. അപ്പൊ നമ്മുടെ മമ്മിയും പപ്പയും ആദീസിന് എടുത്ത ഡ്രസ്സ് നിങ്ങൾ അതിൽ കണ്ടില്ലേ? നല്ലൊരു ബ്ലൂ കളർ 3/4 ഒരു കുർത്തയായിരുന്നു. മമ്മിക്ക് കുർത്തോട് പ്രത്യേക ഇഷ്ടമായി. ഡാൻസിനൊക്കെ മമ്മി കുർത്തിട്ട് കണ്ടിട്ട് ഇഷ്ടമായിട്ടാണ് തോന്നുന്നു എടുത്തത് അല്ലേ. അപ്പോൾ മമ്മി ഇവിടെ മമ്മിയുടെ ഒരു അറിയണൊരു കടയുണ്ട്, ലക്കി അല്ലേ. ഇന്നാണ് എടുത്തത്. അഭിരാമിയാണ് അവിടെ നിൽക്കുന്നത്. അപ്പം പക്ഷെ അതായത് മമ്മി അവൻ മെലിഞ്ഞതാണെന്ന് ഉദ്ദേശിച്ച് മാത്രം അവര് വലുതിട്ട് കൊടുക്കുമ്പോഴും അയ്യോ അവൻ ഭയങ്കര മെലിഞ്ഞതാ, അത് അവന് ഭയങ്കര ലൂസാന്നിട്ട് ചെറുതാണ് മമ്മി എടുക്കണം. പക്ഷെ അവനത് പാകായില്ലേ ഗൈസ് തുറന്നപ്പോ തന്നെ. അപ്പൊ ഇപ്പതേ ഞങ്ങൾ ഇതേ അവിടെ ഇറങ്ങി അത് മാറ്റി. അഭിരാമി ഹായ്, താങ്ക് യു സോ മച്ച്. മാറ്റിയ ഡ്രസ്സ് മമ്മി ഒന്ന് തുറന്ന് കാണിച്ചു കൊടുത്തേ. അതിച്ചിന് ഡേശ് എടുത്തു എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഡേശ് വേറെ ഡേശ് മാറ്റി തന്ന ഒരു 3/4 വേറൊരു ബനിയനും വലുത്. ഇതിപ്പോ അവന് കുറെ നാൾ ഇടാനും പറ്റും, ഇപ്പോഴും ഇടാൻ പറ്റും. നന്നായില്ലേ? ഈ കളറിൽ അവന് 3/4 ഇല്ല. കണ്ടാ സൂപ്പർ. അപ്പൊ താങ്ക് യു അഭിരാമി, ലക്കി, ഓൾ ദ ബെസ്റ്റ് ലക്കി. അപ്പൊ അങ്ങനെ അപ്പൊ അത് പാകാവണ്ടായപ്പോ മമ്മിക്ക് ആകെ സങ്കടമായി. അപ്പൊ അവള് പറയാ, അവള് മമ്മിയോട് പറഞ്ഞു ഈ 4 വയസ്സ് കഴിഞ്ഞ കുട്ടിക്ക് ചേച്ചി ഇത് ഇതിലും വലുത് വേണം. അപ്പൊ മമ്മിയോട് ഇല്ല അവൻ ഭയങ്കര മെലിഞ്ഞതാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതിയായിരുന്നു ഇഷ്ടം. അപ്പൊ അങ്ങനെ അത് ഓക്കെ. അതിന്റെ സൈസിനുള്ളത് വേറെ 2 അമ്മച്ചി മാറ്റി. അമ്മച്ചിയുടെ എടുത്തിരുന്നു കേട്ടാ. അതല്ല പോണതിന് മുന്നുള്ള ബർത്ത്ഡേ നമ്മൾ ഇവന്റും ഒരു ബർത്ത്ഡേ കൂടി. വിശക്കുണ്ട് പക്ഷെ വിശക്കുണ്ട്. ആദിക്ക് അമ്മേ ആദിച്ച്
ഭാഗ്യ ഇഷ്ടം മമ്മിയുടെ ഭാഗ്യ ഇപ്പൊ സീറ്റ് അപ്പൊ പപ്പനെ കിട്ടുന്നുണ്ട്. ആദീസ് കൂട്ടന്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മള് ആദീസ് ഹായ് പഞ്ഞ ബിരിയാണി കഴിക്കാൻ പോവാണ് പഞ്ഞ. അപ്പൊ അവന് മന്തി റൈസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങള് ഈ മന്തി കഴിക്കാൻ വന്നു കേട്ടാ. അപ്പൊ ഞങ്ങൾ ഈ ബാക്കി വന്നു ഇവിടെ എന്തിട്ടൊക്കെ പറയുന്നുണ്ട് പപ്പ ചേട്ടനെ വെച്ച്. അതിനിപ്പോ എന്താ അപ്പൊ നോക്കല്ലേ. അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ. ഞങ്ങള് ശരിക്കും 3 മണിയാവറയില്ലേ. 3 മണിയാവറ ഒരു കുട്ടി പരിപാടിയാണ്. പക്ഷെ ഞങ്ങള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യാറുണ്ട. ഇതൊക്കെയാണ് ഞങ്ങളുടെ ടൈമിങ്. ഇവറ്റങ്ങൾ രണ്ടെണ്ണം വെച്ചപ്പോ വീഴും. അവിടെ മമ്മി മീൻ കറി മീൻ വറുത്തതൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ആദിക്ക് ഇഷ്ടമുള്ളതായതൊന്നും അവന്റെ ദയല്ല. നമ്മള് അപ്പൊ നമ്മള് ഫുഡൊക്കെ വരുമ്പോ കാണിച്ചു തരാം. മമ്മി ഞാൻ ഇറച്ചി പതിപ്പിച്ചതാ. അതിച്ച് ബിരിയാണി അവൻ തന്നതൊക്കെ എടുത്ത് തന്നെ ചെസ്റ്റ് പീസ് ബുക്കിട് നമ്മള് മന്തി റൈസ് വന്നു. ബർത്ത്ഡേ സ്പെഷ്യൽ കഴിക്കാൻ പോവാണ്. അപ്പക്കിട്ട് കൊടുക്കടാ ചിക്കൻ. ചെറുത് മതി പപ്പക്കിട്ടാ. ചെറുത് മതി പപ്പക്ക് ചെറുത് മതി. അത് കഴിക്കാൻ പറ്റാണ്ട് അതുകൊണ്ടാ പറയുന്നത്. കഴിച്ചു കഴിച്ചു റെഡി 1 2 അവൻ ഇതാണ് കഴിക്കുക. രണ്ടാമത് അപ്പൊ ഞങ്ങള് പള്ളിയില് നമ്മുടെ ആനിലച്ചന്റെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. കിടിലം പള്ളിയാണ് നമ്മുടെ പള്ളി. പെരുന്നാളൊക്കെ കഴിഞ്ഞ് നല്ല ശാന്തമായിട്ട് ഇരിക്കാണ്. അപ്പൊ നമ്മുടെ ആദീസിന്റെ ബർത്ത്ഡേ സംഭവങ്ങളൊക്കെ കൊടുത്തത്. അപ്പൊ നമ്മളെ അച്ഛനെ കാണാൻ വേണ്ടി ഇങ്ങനെ വന്നിക്കാണ് സർപ്രൈസ് ആയിട്ട്. അച്ഛൻ പക്ഷെ ഉണ്ടോന്ന് വിളിച്ചു വെച്ചപ്പോ അച്ഛൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഉണ്ട്. അപ്പൊ അച്ഛന്റെ അടുത്ത് അച്ഛനെ കൊണ്ട് ഒരു കേക്ക് മുറിപ്പിക്കാൻ പോവാണ് കേട്ടാ. മമ്മി പിടിക്കങ്ങട് ആരാധകരെ അറിയട്ടെ. അദീസ് അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അതൊക്കെ പിടിച്ചത് ഇങ്ങനെ കൊന്നു പിടിച്ചിറങ്ങണ നടക്കണ്ടായിരുന്നു. അച്ഛനെ കൊണ്ട് അവനെ പിടിച്ച് കേക്ക് മുറിപ്പിക്കണം ഞങ്ങൾക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ.